when you have to get നിങ്ങൾക്ക് gas, ഗ്യാസ് what വേണമെങ്കിൽ you do, നിങ്ങൾ എന്താണ് ചെയ്യുക? you go to the gas station ഗ്യാസ് and you സ്റ്റേഷനിൽ stop the പോയിട്ട് car. വണ്ടി നിർത്തും. You have to എന്നിട്ട് stop the ഗ്യാസ് vehicle നിറയ്ക്കും. fully, only then you വണ്ടി refuel it. നിർത്തിയാൽ Correct? മാത്രമല്ലേ നിങ്ങൾക്ക് ഗ്യാസ് Similarly, when നിറയ്ക്കാനായിട്ട് you want to സാധിക്കുള്ളൂ. recharge yourself, എന്ന പോലെ refuel yourself, നിങ്ങൾക്ക് what you need നിങ്ങളെ to do തന്നെ is സ്വയം completely stop റീചാർജ് it. ചെയ്യണമെങ്കിൽ And you can't നിങ്ങൾ start ചെയ്യുന്ന your mind പ്രവൃത്തിയെല്ലാം if you see നിർത്തിവെക്കണം. imperfections. If you എപ്പോഴും see this is അപൂർണത not കാണുന്നൊരു okay, that is not വ്യക്തിയാണെങ്കിൽ okay, this is not okay. നിങ്ങൾക്ക് നിങ്ങളുടെ So മനസ്സിനെ keeping this അടക്കാനായിട്ട് in mind that സാധിക്കില്ല. things are not okay, അത് I tell ശരിയല്ല, you ഇത് cannot ശരിയല്ല, meditate. ഇങ്ങനെ Unless you പറഞ്ഞാൽ meditate, nothing can be okay. നിങ്ങൾക്ക് ധ്യാനിക്കാനും കൂടി സാധിക്കില്ല. See, you have run out of ധ്യാനിച്ചില്ലെങ്കിലോ gas. ഒന്നും തന്നെ Unless you stop ശരിയാവുകയുമില്ല. the car fully, you can't fill it. ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ And if you don't fill it, വണ്ടി you ഗ്യാസ് can't run സ്റ്റേഷനിൽ it. കൊണ്ടുപോയാൽ Are you മാത്രമല്ലേ getting? ഗ്യാസ് Does നിറയ്ക്കാനായിട്ട് this സാധിക്കുള്ളൂ. ring a bell? ഇപ്പോൾ So നിങ്ങൾ when you ഗ്യാസ് want to go നിറച്ചില്ല എങ്കിലോ inward, വണ്ടി what is the ഓടിക്കാനും thing? പറ്റില്ല. ഞാൻ ഈ God പറയുന്ന is taking കാര്യങ്ങള് care of everything. Everything is okay. The way it മനസ്സിലാകുന്നുണ്ടല്ലോ is, it അല്ലേ? is okay. Then ഇപ്പോൾ നിങ്ങൾക്ക് your mind retrieves ഉള്ളിലേക്ക് from പോണമെങ്കിൽ activity എന്താണ് നിങ്ങൾ to ചെയ്യേണ്ടത്? silence. നിങ്ങൾ സ്വയം Once it is പറയണം, in ഈശ്വരൻ എൻ്റെ silence, എല്ലാ then കാര്യങ്ങളും ഭംഗിയായിട്ട് it's ചെയ്യുന്നുണ്ട്. charged, എൻ്റെ energized, and ജീവിതത്തിൽ നടക്കുന്ന എല്ലാ that കാര്യങ്ങളും comes when ശരിയാണ്. you come out, then you act. ഇപ്പോൾ എങ്ങനെയാണോ അത് തന്നെയാണ് ശരി. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പുറമേക്ക് പോകുന്ന മനസ്സ് തനിയെ ഉള്ളിലേക്ക് പോകും. നിങ്ങൾ മൗനാവസ്ഥയിലേക്ക് പോകും. ആ അവസ്ഥയിൽ നിങ്ങൾ ഊർജ്ജസ്വലരാകും. നിങ്ങളിൽ വരുന്ന ചിന്തകൾ എപ്പോഴും ശരിയായ ചിന്തകളാകും. അങ്ങനെ മൗനത്തിൽ നിങ്ങൾ പുറത്തേക്ക് വന്നാലോ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണോ അത് ഭംഗിയായിട്ട് ചെയ്യുക.